എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുടിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി നമ്മുടെ വീട്ടിലുള്ള തേങ്ങ പൊതിച്ച ചിരട്ട ചകിരിയുടെ അകത്തുനിന്ന് ഇങ്ങനെ എടുത്ത് നമ്മളതിങ്ങനെ കാണിച്ച് ചകിരിച്ചോറ് എടുക്കണം. അങ്ങനെ നമ്മൾ ചകിരിയിൽ നിന്ന് എടുത്ത ഇതിന് ചകിരിച്ചോറ് എന്ന് പറയും. ചകിരിച്ചോറാണ് നമ്മൾ ഈ കാണുന്നത്. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനം എന്ന് പറയുന്നത് ഒരു തേങ്ങ പൊതിച്ച ചിരട്ടയുണ്ടല്ലോ, ചിരട്ടയും പിന്നെ നമുക്കൊരു ചുമ്മാ നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്ന ബോട്ടിലുമാണ്. ഈ കാണുന്ന ബോട്ടിലിൻ്റെ മുകൾ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കുടിലുണ്ടാക്കാനുള്ള ചിരട്ടയും ബോട്ടിലും നമുക്കിവിടെ ഉണ്ട്. നമുക്ക് പശ വേണം കേട്ടോ. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ച ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്തുകൂടി നമ്മൾ പശ ഈ പശ ഫുൾ ഭാഗം നമ്മളങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ആഡ് ചെയ്ത ശേഷം നമ്മളൊരു വെള്ള ടിഷ്യൂ പേപ്പർ എടുത്ത് അത് ചുറ്റും ഒന്ന് ഒട്ടിച്ച് ബോട്ടിലൊട്ടും കാണത്തില്ലാത്ത രീതിയിൽ നല്ല ഭംഗിയായി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതാണിപ്പോൾ നമ്മളിവിടെ കാണുന്നത്. അങ്ങനെ ഒട്ടിച്ചതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചകിരിച്ചോറ് അത് ഇതിൻ്റെ മേലെ നമ്മൾ പശ ആഡ് ചെയ്യും. വീണ്ടും ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചിട്ട് വീണ്ടും നമ്മൾ അതിൻ്റെ മേലെ പശ ആഡ് ചെയ്തിട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ആ ചകിരിച്ചോറെടുത്ത് ഇതിൻ്റെ മേലെ ഒട്ടിച്ചു വെക്കും. അതുമേൽ വെച്ചിട്ട് നമ്മൾ കൈ നന്നായിട്ട് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നു. ഇതെൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ചെറിയ കുടിലാകട്ടോ. ഇതിന് മുമ്പ് നമ്മൾ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. ചുമ്മാ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കാം എങ്ങനെയുണ്ട്. നമ്മൾ വെറുതെ വേസ്റ്റ് ആക്കി കളയുന്ന സാധനങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ചകിരിയൊക്കെ നമ്മൾ സാധാരണ അടുപ്പിലൊക്കെ വെച്ച് കത്തിക്കുക അങ്ങനെയൊക്കെയല്ലേ ചെയ്യുന്നത്. വെറുതെ ഇത് ഇങ്ങനെയൊന്നും നമ്മൾ നോക്കില്ല. അപ്പം ഈ കാശ് മുടക്കില്ലാതെ വേസ്റ്റ് ആക്കുന്ന സാധനം കൊണ്ട് ചുമ്മാ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് കരുതി ട്രൈ ചെയ്തതാണ്. അങ്ങനെ കുപ്പിയുടെ ഏതാണ്ട് മുഴുവൻ ഭാഗം നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ കവുങ്ങിൻ്റെ ഉണങ്ങി വെച്ചിരിക്കുന്ന അടയ്ക്ക പൊളിച്ച തൊണ്ടാണ് കേട്ടോ ഇത്. ഈ അടയ്ക്ക പൊളിച്ച തൊണ്ടിൻ്റെ ഈ മേൽഭാഗത്തുള്ള അത് നമ്മളങ്ങ് എടുത്ത് കളയും. അതങ്ങ് എടുത്ത് കളഞ്ഞു കഴിയുമ്പം അതൊരു കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ട്. ഇതൊക്കെ വെറുതെ നമ്മൾ വേസ്റ്റാക്കി കളയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയും ഉപകാരമുണ്ട്. അങ്ങനെ അതെല്ലാം നുള്ളി കഴിഞ്ഞ് കഴിയുമ്പം അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി നമ്മൾ മുമ്പ് എടുത്ത് വെച്ചിരിക്കുന്ന ചിരട്ടയുണ്ടല്ലോ, ആ ചിരട്ട എടുത്തിട്ട് അതിൽ ഫെവിക്വിക്ക് ആഡ് ചെയ്യണം. ഫെവിക്വിക്ക് അല്ലാത്ത പശ ഒട്ടാൻ പാടാണ്. ഫെവിക്വിക്ക് ആഡ് ചെയ്തിട്ട് അടയ്ക്കാതെ ആ തൊണ്ടെടുത്ത് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഫുള്ള് ഒട്ടിച്ചു കഴിയുമ്പം ഇതെടുത്ത് മേലെ വെച്ച് ഒരു കുടിലായി. ഈ ഹട്ട് ഇഷ്ടമായെങ്കിൽ കൊച്ചു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.